ഭീകര റോഡ്. എന്താണിത്? ഇതെന്താ കിടക്കുന്ന റോഡ്? ഈ റോഡ് വർഷങ്ങളായി ഞങ്ങൾ എത്രയോ ചോദിച്ചാ ഇതുവരെ ഇതിനെ കുറിച്ച് ആരും ഒരു നടപടിയില്ല. ഇത് കണക്കിപ്പോ 10 വർഷം അടുത്തായതാ. ഇതുവരെ ഞങ്ങൾ കുറെ ചോദിച്ചു, ഇതുവരെ ആരും ഒരു വീട് പരാതി കൊടുത്ത് ഒരു പരാതി ഇതുവരെ നടന്നില്ല. ഈ വണ്ടീന്റെ കോളം കണ്ടോ, വർഷങ്ങളായി ഇതുവരെ ഇത് നാളുടെ ഒന്നിച്ചിട്ടതാ. രണ്ടിലൊന്ന് ഇപ്പൊ എല്ലാ സാധനവും പോയതാ, എല്ലാം തഴഞ്ഞു പോയി, എല്ലാം പോയി. ഈ എന്റെ വീട് പോകുന്ന വിളിക്കാ ദിവസം ഈ വഴിയാണ് പോയി വരുന്നത്. ഇതില് വർഷങ്ങളായി MLA ഈ ഭാഗത്തില്ല, MP ഈ ഭാഗത്തില്ല. ഇത് നാട്ടുകാർ എല്ലാരും ചോദിച്ചു. ഈ ഇലക്ഷൻ വരുമ്പോ അതിന് മുമ്പ് ഈ റോഡ് ഇട്ടാൽ വോട്ടിടും, അല്ലെങ്കിൽ ഇല്ല. ചിന്നക്കനാൽ സൂര്യനെല്ലി ബോഡി റോഡ്, ആ റോഡാണിത്. 100 കണക്കിന് പേര് ദിവസം സഞ്ചരിക്കുന്ന റോഡിലെ തെറ്റി 100 കണക്കിനല്ല 1000 കണക്കിന് പേര്. അത് ആരാണ്? സഞ്ചാരികളാണോ നാട്ടുകാരാണോ? കൂടുതൽ സഞ്ചാരികളാണ് വരുന്നത്. അതായത് കൊലുക്കുമല എന്ന് വെച്ച ഒരു പെരിയ ഒരു വലിയ ഒരു ഇതുണ്ട്, ടൂറിസ്റ്റ് സ്പോട്ട്. രാവിലെ സ്ഥിരമായിട്ട് 250 ജീപ്പൊക്കെ ഓടുന്ന ഇതാ. അപ്പൊ 250 ജീപ്പിന് ഓടുന്ന ഗസ്റ്റുകളും വരുന്ന വഴിയാണ് ഇത്. കൊളുക്കുമലയ്ക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴി. അതെ അതെ അതെ. ചേട്ടാ, എങ്ങനെയുണ്ട് റോഡ്? റോഡ് കൊള്ളാം, അടിപൊളിയാണ്. റോഡ് ഭയങ്കര പ്രയാസമാ. ഡെയിലി 2 പ്ലേറ്റ് പൊട്ടുന്നു വണ്ടിയില്ല. ആള് കയറുവാണെങ്കിൽ പ്ലേറ്റ് പൊട്ടുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞാലും ആരും കേൾക്കത്തില്ല. Mainly during the night times, we are even struggle to even maintain the 20 speed at all. ഓക്കെ ശരിയാണ്. ഓക്കെ, ഒരു 20 സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റുന്നുള്ളത്. ഇത് ഹൈദരാബാദിൽ നിന്ന് വന്ന ആളുകളാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെ പുറത്ത് നാടുകളിൽ നിന്ന് നമ്മുടെ നാട് കാണാൻ എത്തുന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണോ ഈ റോഡൊക്കെ നന്നായിക്കൂടെ? രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗത്ത് നിന്ന് നിരവധി പേർ എത്തുന്ന സ്ഥലമല്ലേ മുന്നാറും സമീപത്തെ ഈ ചിന്നക്കലാനും അപ്പുറത്തെ കൊളുക്കുമലയൊക്കെ. ഒന്നും പറയണ്ട, JCB മാന്തിട്ട് പോകുമ്പോ ഇതിലും നല്ലതാണ്. JCB വെച്ച് മാന്തിക്കോ, ഇതിലും നല്ല അതാണെന്ന് പറയുന്നത്. ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്ന ആൾക്കാരാ. ഓഫ് റോഡ് റൈഡ് നമ്മൾ ഇത് പറയരുത്, കാരണം നമ്മളെ യൂറോപ്യൻ അംഗീകൃത റോഡുകളാണ്. ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിവസേന വന്നു പോകുന്ന ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ നാടിന് തന്നെ അപമാനമാണ്. കാരണം പല നാടുകളിൽ നിന്ന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് മുന്നാറും സമീപത്തെ ഈ ചിന്നക്കലാനും അപ്പുറത്തെ കൊളുക്കുമലയും ഒക്കെ. അതുകൊണ്ട് കേരള സർക്കാർ ഈ കാഴ്ചകൾ കാണണം, മന്ത്രി കാണണം, മുഖ്യമന്ത്രി കാണണം. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി തീർത്ത് നൽകണമെന്നാണ് വോട്ടർ സൈക്കിൾ ഡയറിക്ക് പറയാനുള്ളത്. ഞങ്ങൾ യാത്ര തുടരുന്നു, മുന്നാറിലൂടെ, അതിനുശേഷം കോട്ടയത്തൂടെ.